ക്രിസ്തുവിന്റെ ക്രൂശും നമ്മുടെ സ്വന്തം ക്രൂശും എന്ന ശീർഷകത്തിലുള്ള പ്രബോധനത്തിലൂടെ നമുക്ക് ദൈവവചനം പഠിക്കാം. നമ്മുടെ സ്വന്തം ക്രൂശ് എടുത്ത് അവിടുത്തെ അനുഗമിക്കുവാൻ യേശു നമ്മോട് കൽപ്പിച്ചു. ക്രിസ്തുവിന്റെ പാത കൃത്യമായി പിന്തുടരുവാൻ തയ്യാറായിട്ടുള്ളവരാണ് സ്വന്തം ക്രൂശുകൾ എങ്ങനെ വഹിക്കണമെന്ന് അറിയുന്നവരും ക്രിസ്തുവിന്റെ പാത പൂർണ്ണ ഹൃദയത്തോടെ പിന്തുടരുന്നവരും. നമ്മുടെ സ്വന്തം ക്രൂശ് എന്നതിൻ്റെ മറ്റൊരു പദപ്രയോഗം കഷ്ടം എന്നതാണ്. നമ്മുടെ വിധി അനുസരിച്ചാണ് നമുക്ക് സ്വർഗത്തിൽ നിന്ന് കഷ്ടം ലഭിക്കുന്നത്. പ്രത്യേകിച്ചും ക്രിസ്തുവിന്റെ പാത പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും വഹിക്കുവാൻ അവർക്കു സ്വന്തം ക്രൂശുണ്ട്. നാം നമ്മുടെ ക്രൂശിനെ അഭിമുഖീകരിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടേതായ ചുമതലകൾ നടത്തേണ്ടതാണ്. ക്രിസ്തു തന്റെ ജീവിതത്തിലെ ഏറ്റവും അന്ധകാര നിമിഷം ഒഴിവാക്കിയില്ല, മറിച്ച് മനുഷ്യരാശിയുടെ രക്ഷയ്ക്കുള്ള പാത തിരഞ്ഞെടുത്തു. അവിടുത്തെ അനുയായികൾ അവിടുത്തെ വിട്ട് ഓടിപ്പോയി. അത് ഒഴിവാക്കുവാൻ ശിഷ്യന്മാർ പോലും ഓടിപ്പോയി. ശക്തമായ വിശ്വാസം ഉണ്ടായിരുന്ന പത്രോസ് പോലും 3 തവണ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ അന്ധകാര സമയങ്ങൾ നമുക്കോരോരുത്തർക്കും നൽകപ്പെടുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അതിനെ നമ്മുടെ ക്രൂശ് എന്ന് ആവിഷ്കരിക്കാം. നമ്മുടെ സ്വന്തം ക്രൂശ് നമുക്ക് നൽകപ്പെടുമ്പോൾ നാം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം? അത് ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തെയും മാനസികാവസ്ഥയെയും ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് എന്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം ത്യജിച്ച് അവരുടെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം എന്ന് യേശു പറഞ്ഞത്. ഓരോരുത്തർക്കും അവരുടേതായ ക്രൂശുണ്ട്. ആ വ്യക്തി സാമ്പത്തികമായി സുരക്ഷിതനായതിനാൽ ഒരു സാധാരണ ജീവിതം നയിക്കുന്നതായി തോന്നുന്നു എന്ന് നാം ചിന്തിച്ചേക്കാം. എന്നാൽ അത് അങ്ങനെയല്ല. ഓരോരുത്തർക്കും അവരുടേതായ അന്ധകാര സമയങ്ങളുണ്ട്. അവയെ നാം എങ്ങനെ സഹിക്കുന്നു, അവയെ എങ്ങനെ മറികടക്കുന്നു, അവയെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് വ്യത്യാസം. എന്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും നൽകപ്പെടുമെന്ന വസ്തുതയിലേക്ക് ദൈവം നമ്മെ ഉണർത്തുന്നു. ആരെങ്കിലും എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന കാര്യത്തിൽ പുരുഷന്മാർ, സ്ത്രീകൾ, മുതിർന്നവർ, കുട്ടികൾ എന്നിങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല എന്നാണ്. ക്രിസ്തുവിന്റെ പാത പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ക്രൂശിന്റെ ഭാരം അനിവാര്യമായി നൽകപ്പെടും. ഇന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് ക്രിസ്തു തന്റെ തിരഞ്ഞെടുപ്പുകളിലൂടെ കഷ്ടങ്ങളെ അതിജീവിക്കുകയും അന്ധകാര സമയങ്ങളെ സഹിക്കുകയും മനുഷ്യരാശിയെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്തെങ്ങനെയെന്ന് പഠിക്കാം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഷ്ടങ്ങളുടെ ഉത്സവമാണെന്ന തിരിച്ചറിവിൽ മാത്രം നമ്മുടെ ചിന്ത അവസാനിക്കരുത്. ദൈവം ഈ ഉത്സവം നമുക്ക് നൽകിയത് നമുക്ക് അർത്ഥവത്തായ പഠിപ്പിക്കലുകളും ഉണർവുകളും നൽകുവാനാണെന്ന് വ്യക്തമാണ്. സ്വർഗീയ മക്കളായ നമ്മൾ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കണമെന്നും ദൈവത്തിന്റെ വീക്ഷണത്തെ അടിസ്ഥാനമാക്കി തിരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നും നമ്മുടെ മേൽ വന്നേക്കാവുന്ന ഏത് സമയത്തെയും പരിഗണിക്കാതെ അവിടുത്തെ പാത പിന്തുടരണമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിലെ അന്ധകാര നിമിഷങ്ങളോട് എങ്ങനെ പ്രതികരിച്ചുവെന്നും അദ്ദേഹം ഏത് പാതയാണ് തിരഞ്ഞെടുത്തതെന്നും കാണുവാൻ നമുക്ക് ബൈബിളിലേക്ക് നോക്കാം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം തുറക്കാം. നമുക്ക് അധ്യായം 20 വാക്യം 22 നോക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. അക്കാലത്ത് തടവും പ്രയാസങ്ങളും പൗലോസിനെ കാത്തിരുന്നു. 24-ാം വാക്യം നമുക്ക് നോക്കാം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ.
തന്റെ ജീവിതത്തിലെ അന്ധകാര നിമിഷങ്ങളോട് അപ്പോസ്തലനായ പൗലോസ് എങ്ങനെ പ്രതികരിച്ചുവെന്നും സ്വന്തം മരണത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവൻ ഏതു പാത തിരഞ്ഞെടുത്തു എന്നും ദയവായി സൂക്ഷ്മയോടെ പരിശോധിക്കുക. 어두운 순간에 어떻게 반응하고 또 어떤 길을 선택했는지 അപ്പോസ്തല പ്രവൃത്തികൾ അധ്യായം 20 വാക്യം 24 സത്വാർത്തയ്ക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ തന്റെ ജീവൻ തനിക്ക് ഒരു വിലയുമില്ലെന്ന് പൗലോസ് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുപോലും അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കാൻ സ്വയം സമർപ്പിച്ചു എന്നല്ലേ ഇതിനർത്ഥം. നമുക്ക് അധ്യായം 21 വാക്യം 10 നോക്കാം. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയിൽ നിന്നു വന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്നു പൗലോസിന്റെ അരക്കച്ച എടുത്തു തന്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഇതു കെട്ടാറെ യെരൂശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. അതിനു പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ രീതിയിൽ പൗലോസിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കോരോരുത്തർക്കും വഹിക്കുവാൻ സ്വന്തം ക്രൂശ് ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. പൗലോസിനും അത്തരം ക്രൂശുകളെല്ലാം വഹിക്കേണ്ടതായ സാഹചര്യം വന്നു. ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നോക്കുന്നതിലൂടെ അവിടുത്താൽ വളരെയധികം പ്രചോദിതനായ പൗലോസ് മരിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് പോയി ക്രിസ്തുവിനെക്കുറിച്ച് ശരിയായി സാക്ഷ്യപ്പെടുത്തുവാനും പ്രസംഗിക്കുവാനും ശ്രമിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ അന്ധകാര നിമിഷങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണമെന്നും എന്ത് തിരഞ്ഞെടുക്കണമെന്നും തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നമ്മെ നിത്യമഹത്വത്തിലേക്ക് നയിക്കുമെന്നോ നിത്യനരകത്തിന്റെ അഗാധയിലേക്ക് നമ്മെ വലിച്ചിഴയ്ക്കുമെന്നോ നാം ഒരിക്കലും മറക്കരുത്. പൗലോസ് ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുവാനും ദൈവത്തിന്റെ പാതയിൽ നടക്കുവാനും തീരുമാനിച്ചു. അവൻ മരണത്തെക്കുറിച്ചോ കഷ്ടങ്ങളെക്കുറിച്ചോ ഉപദ്രവത്തെക്കുറിച്ചോ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ അധ്യായങ്ങൾ 20, 21 എന്നിവയിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങിയ നിമിഷം മുതൽ സുവിശേഷത്തിനു വേണ്ടി മരിക്കുവാൻ തയ്യാറായ പൗലോസിന്റെ ജീവിതം നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് 2 കൊരിന്ത്യർ 11 അധ്യായം 24 വാക്യം നോക്കാം. യഹൂദരാൽ ഞാൻ 1 കുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളസഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതു കൂടാതെ എനിക്ക് ദിവസേന സർവ്വകലയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ആർ ബലഹീനനായിട്ടു ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു? ആർ ഇടറിപ്പോയിട്ടു ഞാൻ അഴലാതിരിക്കുന്നു? പ്രശംസിക്കണമെങ്കിൽ എന്റെ ബലഹീനത സംബന്ധിച്ചു ഞാൻ പ്രശംസിക്കും. പൗലോസിന്റെ ജീവിതം പ്രയാസങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു. അവൻ സ്വന്തം ജനത്തിൽ നിന്നും വ്യാജവിശ്വാസികളിൽ നിന്നും നദികളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും അപകടത്തിലായിരുന്നു. സുവിശേഷം പ്രസംഗിച്ച പൗലോസിന്റെ ജീവിതം ക്രൂശിന്റെ ജീവിതമായിരുന്നുവെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. എന്നിരുന്നാലും മറ്റെല്ലാറ്റിനുമുപരിയായി എല്ലാ സഭകളോടും ഉള്ള എന്റെ ഉത്കണ്ഠയുടെ സമ്മർദ്ദത്തെ ഞാൻ അനുദിനം അഭിമുഖീകരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. ഇന്ന് നാം ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കുകയും അവിടുത്തെ കഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നാം വഹിക്കേണ്ട ക്രൂശ് അവിടുത്തെ ക്രൂശിനോട് താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്തതാണ്.
ക്രിസ്തുവിന്റെ ക്രൂശിന്റെ അളവ് 1000 അല്ലെങ്കിൽ 10,000 ആയി കണക്കാക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ക്രൂശിൻ ഒന്നിനെ പോലും അളക്കുവാൻ കഴിയില്ല. ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് പൗലോസ് എല്ലായ്പ്പോഴും ആ പാത പിന്തുടരുവാൻ ആഗ്രഹിച്ചു. ഇന്ന് അപ്പോസ്തലനായ പൗലോസിനെ പോലെ നമ്മുടെ സ്വർഗീയ പിതാവും സ്വർഗീയ മാതാവും നടന്ന പാത പിന്തുടരുവാൻ നമുക്ക് ദൃഢനിശ്ചയം ചെയ്യാം. തീരുമാനം നിങ്ങളുടേതാണ്. പക്ഷേ നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? എല്ലാവരോടുമായി, സത്യത്തിൽ അല്ലാത്തവർ ഉൾപ്പെടെ എല്ലാവരും ബുദ്ധിമുട്ടുകളും അന്ധകാര സമയങ്ങളും നേരിടുന്നു. എന്നിരുന്നാലും അന്ധകാര സമയങ്ങളിൽ നാം തിരഞ്ഞെടുക്കുന്നതിനെ ആശ്രയിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഫലങ്ങളും അല്ലാത്ത ഫലങ്ങളും ഉണ്ടാകാം. മരുഭൂമിയിൽ പോലും പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം പരിശോധിക്കുവാൻ ദൈവം 12 ചാരന്മാരെ അനുവദിച്ചു. 10 ചാരന്മാർ നിഷേധാത്മകമായ വാർത്തകൾ കൊണ്ടുവന്നു. അത് തീർച്ചയായും നമുക്ക് കയ്യേറ്റം ചെയ്യുവാനുള്ള ഭൂമിയല്ല, നാം മുന്നേറേണ്ട ദേശമല്ല ഇത്. അവരെല്ലാം വലിയ വലിപ്പമുള്ളവയാണ്. നാം എല്ലാം വെട്ടുക്കിളികളെ പോലെയാണ്. യെരിഹോ തകർക്കുവാൻ കഴിയാത്ത ഒരു കോട്ടയാണ്. എല്ലാ ഇസ്രായേല്യരിലും അവർ ചെലുത്തിയ സ്വാധീനം കണക്കിലെടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും വളരെ തെറ്റായ ഒരു തിരഞ്ഞെടുപ്പാണ് നടത്തിയത്. ഇസ്രായേല്യരിൽ ദൈവവിശ്വാസം വളർത്തേണ്ട ചാരന്മാർ അവരുടെ നിഷേധാത്മകമായ വിവരങ്ങളിലൂടെ വിപരീത ഫലമാണ് ഉണ്ടാക്കിയതിനാൽ ഇത് ജനങ്ങളുടെ മേൽ ഒരു ഭാരം ചുമത്തി. മരുഭൂമിയിൽ മരിക്കുവാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ ഈജിപ്തിൽ താമസിക്കുവാൻ അനുവദിക്കാത്തത് എന്ന് ജനമെല്ലാം രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ട് ദൈവത്തിനെതിരെ പരാതി പറഞ്ഞു. കനാൻ കീഴടക്കിയ ചരിത്രത്തിൽ മരുഭൂമിയിലെ ഇസ്രായേല്യരുടെ 40 വർഷത്തെ ജീവിതം നമ്മെ പല പാഠങ്ങളും പഠിപ്പിക്കുന്നു. അവർ ചുമക്കേണ്ട ക്രൂശ് ചുമക്കുന്നതിനു പകരം 10 ചാരന്മാർ ദൈവത്തിനെതിരെ പരാതിപ്പെടുവാൻ ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ട് തെറ്റായ മനോഭാവം കാണിച്ചു. ക്രിസ്തു വഹിച്ച ക്രൂശിനെക്കുറിച്ചും നാം വഹിക്കേണ്ടതായ ക്രൂശിനെക്കുറിച്ചും ദയവായി ചിന്തിക്കുക. ഒന്നാമതായി, നാം ക്രിസ്ത്യാനികളായിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം നമ്മുടെ സ്വന്തം ക്രൂശ് വഹിക്കുവാൻ പഠിക്കണമെന്ന് യേശു പറഞ്ഞു. നമുക്ക് മത്തായി 16-ാം അധ്യായം നോക്കി ഇത് സ്ഥിരീകരിക്കാം. മത്തായി അധ്യായം 16 വാക്യം 24. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്തു മറുവില കൊടുക്കും? യേശു പറഞ്ഞു, എന്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നവൻ അവരുടെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. നാം അവിടുത്തെ പാത പിന്തുടരുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല. ക്രൂശ് വഹിക്കുന്നവർക്ക് മാത്രമേ ആ പാതയിലൂടെ സഞ്ചരിക്കുവാൻ കഴിയൂ എന്നതിനാൽ നമ്മൾ ഓരോരുത്തരും അനിവാര്യമായ അന്ധകാരത്തിന്റെ ഒരു സമയത്തെയും തീരുമാനത്തിന്റെ ഒരു സമയത്തെയും ഒരു തിരഞ്ഞെടുപ്പ് നടത്തുവാൻ നമ്മെ നിർബന്ധിക്കുന്ന ചില സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും. ക്രിസ്തുവിന്റെ ജീവിതം നയിക്കുമ്പോൾ സ്വന്തം ജീവൻ ഒരു വിലയുമില്ലെന്ന് നിഗമനം ചെയ്തുകൊണ്ട് പൗലോസ് ക്രിസ്തുവിന്റെ പാത പിന്തുടർന്നു. അവൻ സ്വന്തം ക്രൂശ് എടുത്ത് അവിടുത്തെ അനുഗമിച്ചു. നാം നമ്മുടെ ക്രൂശുകൾ ചുമക്കുകയും ക്രിസ്തുവിന്റെ ജീവിതം പൂർണ്ണമായി പിന്തുടരുകയും വേണം. എബ്രായർ 11-ാം അധ്യായം 24-ാം വാക്യം. നമുക്ക് അധ്യായം 11 വാക്യം 24 നോക്കാം.
വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അദ്ദേഹം എങ്ങനെ ആകുവാനാണ് തിരഞ്ഞെടുത്തത്? പ്രതിഫലം നോക്കിയതുകൊണ്ടു ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ദ വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. മോശയും ക്രൂശിന്റെ ജീവിതം തിരഞ്ഞെടുത്തു. ക്രൂശിന്റെ ജീവിതവും ദൈവജനത്തോടുകൂടെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നതും ഈ ലോകത്തിലെ ക്ഷണികമായ ആനന്ദങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ സന്തോഷകരമാണെന്ന് അവൻ കരുതി എന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. നമുക്ക് എബ്രായർ 11 അധ്യായം 35 വാക്യം നോക്കാം. അധ്യായം 11 വാക്യം 35. സ്ത്രീകൾക്കു തങ്ങളുടെ മരിച്ചവരെ ഉയിർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയിർത്തെഴുന്നേൽപ്പു ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റു. മറ്റു ചിലർ പരിഹാസം, ചമ്മട്ടി, ചെങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറ് ഏറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്കു യോഗ്യമായിരുന്നില്ല. ഈ ആളുകളെല്ലാം വിശ്വാസത്തിന്റെ പാത തിരഞ്ഞെടുക്കുകയും അവരുടെ ക്രൂശുകൾ വിശ്വാസത്തോടെ വഹിക്കുകയും ചെയ്തു. എബ്രായർ അധ്യായം 11 ദൈവം നമ്മെ പ്രബുദ്ധരാക്കി. അവർ ശരിയായ പാത തിരഞ്ഞെടുത്തു, എളുപ്പമായ പാത നിരസിച്ചു. അതിനാൽ ക്രിസ്തുവിൽ ദൈവിക ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനിവാര്യമായതെന്താണ്? അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നമുക്ക് 2 തിമോഥെയോസ് 3 അധ്യായത്തിലേക്ക് പോകാം. നമുക്ക് 2 തിമോഥെയോസ് 3 അധ്യായം 10 വാക്യം നോക്കാം. നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശ്യം, വിശ്വാസം, ദീർഘക്ഷം, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കൊന്യയിലും ലുസ്ത്രയിലും എനിക്കു സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം നമുക്കു എന്ത് സംഭവിക്കും? ഉപദ്രവം ഉണ്ടാകും. ക്രിസ്തുവിന്റെ ക്രൂശിലെ ജീവിതം പിന്തുടരുവാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് പീഡനം ഉണ്ടാകും. കഷ്ടങ്ങളുടെ ഒരു കാലം വരും. അന്ധകാരത്തിന്റെ നിമിഷങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കണം? ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് നമുക്കോരോരുത്തർക്കും ഉള്ളതിനാൽ നാം ജ്ഞാനപൂർവം തിരഞ്ഞെടുക്കണം. 12 ഒറ്റുനോക്കികളിൽ 10 ഒറ്റുനോക്കക്കാരുടെ അതേ പാതയാണോ അതോ യോശുവയുടെയും കാലേബിന്റെയും പാതയാണോ നാം തിരഞ്ഞെടുക്കേണ്ടത്? പൗലോസിനെ പോലുള്ള ഒരു സാഹചര്യത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തി ഉപേക്ഷിച്ച് ഓടിപ്പോകണമോ? അതോ എന്റെ ജീവൻ അപകടത്തിലായാലും ഞാൻ തീർച്ചയായും ചെയ്യേണ്ടതെല്ലാം ചെയ്യും എന്ന് പ്രഖ്യാപിക്കണമോ? ലോകമെമ്പാടുമുള്ള സിയോൻ മക്കൾക്ക് നൽകപ്പെടുന്ന ഈ തിരഞ്ഞെടുപ്പുകളെല്ലാം നമ്മുടെ സ്വന്തം ക്രൂശായി കാണുവാൻ കഴിയും. എന്നിരുന്നാലും ക്രൂശ് നമുക്ക് വേദനയും കഷ്ടങ്ങളും മാത്രമല്ല കൊണ്ടുവരുന്നത്. സ്വർഗത്തിന്റെ മഹത്വകരമായ ബഹുമാനം അവിടെ തുടർന്നു വരുന്നു. അതുകൊണ്ടാണ് പൗലോസ് തന്റെ മരണം മുൻകൂട്ടി കണ്ടപ്പോൾ ഞാൻ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തുസൂക്ഷിച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അവൻ വിശ്വസ്തയോടെ തന്റെ ക്രൂശ് വഹിക്കുകയും ക്രിസ്തുവിന്റെ കാൽച്ചുവടുകൾ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിലേക്ക് മുന്നേറുകയും ചെയ്ത ഒരു വിശിഷ്ടനായ അപ്പോസ്തലനായി തീർന്നത്. വാക്യം 13. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നുവരും. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷിക്കൂ.
നാം ദൈവത്തിൽ നിന്ന് പഠിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്ത കാര്യങ്ങളിൽ നിലനിൽക്കുവാനും ക്രിസ്തുയേശുവിന്റെ ക്രൂശിന്റെ പാത പിന്തുടരുന്ന സ്വർഗീയ ജനമായി മാറുവാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 하늘 백성이 되라고 이렇게 일깨워 주셨습니다. നമ്മുടെ സ്വന്തം ക്രൂശ് ചുമക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് കഷ്ടം അനുഭവിക്കുന്നവർക്ക് തീർച്ചയായും അനുഗ്രഹം ലഭിക്കുമെന്ന് യേശു പറഞ്ഞു. 축복이 있다는 사실을 알려 주셨습니다. നമുക്ക് മത്തായി 5-ാം അധ്യായത്തിലേക്ക് കടക്കാം. മത്തായി അധ്യായം 5 വാക്യം 10. നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഉപദ്രവിക്കപ്പെടുക എന്നാൽ കഷ്ടം അനുഭവിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ക്രൂശ് ചുമക്കുന്നതിന് അത് വിവർത്തനം ചെയ്യുവാൻ കഴിയും. ഇത് തിന്മയ്ക്കു വേണ്ടിയല്ല, നീതിക്കു വേണ്ടിയാണ്. 의를 위해서 നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാക്കൊണ്ടു സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേയുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. 이같이 핍박하였나니라고 했습니다. ഈ ലോകത്ത് ജീവിക്കുന്ന സ്വർഗീയ മക്കൾക്ക് നീതിയും ഭക്തിയും പിന്തുടരുന്നതിൽ ക്രൂശിന്റെ പാത അവരെ കാത്തിരിക്കുന്നുവെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് സന്തോഷിപ്പിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലിയതല്ലോ എന്ന് അവിടുന്ന് പറഞ്ഞത്. ദൈവം ഒരിക്കലും കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരോട് പുറം തിരിഞ്ഞു നിൽക്കുന്നില്ല, മറിച്ച് എപ്പോഴും അവരെ ഓർക്കുകയും സ്വർഗത്തിൽ നിന്നുള്ള നിത്യാനുഗ്രഹങ്ങൾ നൽകി അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് ലൂക്കോസ് 16-ാം അധ്യായം 19-ാം വാക്യം നോക്കാം. അധ്യായം 16 വാക്യം 19. ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ചു ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ളൊരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്നു വീഴുന്നതു തിന്നു വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രാഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ടു നോക്കി ദൂരത്തുനിന്ന് അബ്രാഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രാഹാം, പിതാവേ, എന്നോട് കനിവുണ്ടാകേണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കേണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്നു വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രാഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇത് ധനവാനെയും യാചകനായ ലാസറിനെയും കുറിച്ചുള്ള ഒരു ഉപമ മാത്രമല്ല. ഈ ഉപമയിലൂടെ ഒരു വ്യക്തി തന്റെ ക്രൂശ് വഹിക്കാതെ ഇഷ്ടപ്പെട്ടതുപോലെ ജീവിച്ചുവെന്നും മറ്റേയാൾ ഒരു ഭിക്ഷക്കാരനെ പോലെ ജീവിച്ചുകൊണ്ട് അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുവെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം അബ്രഹാമായി പ്രത്യക്ഷപ്പെടുകയും നിന്റെ ജീവിതകാലത്ത് നിനക്ക് എല്ലാ നല്ല കാര്യങ്ങളും ലഭിച്ചില്ലേ എന്ന് ധനവാനോട് ചോദിക്കുകയും ചെയ്തു. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾ ചെയ്തു, ശരിയല്ലേ? നിങ്ങൾക്ക് കഷ്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ശരിയല്ലേ? എന്നിരുന്നാലും ലാസറിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കണ്ടെത്തുക എന്ന ലളിതമായ കാര്യം മുതൽ എല്ലാം ഒരു ഭാരവും ബുദ്ധിമുട്ടും ആയിരുന്നു. ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലൂടെ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ഭാരം വഹിക്കുന്നവരും ജീവിതത്തിൽ ആശ്വാസം മാത്രം തേടുന്നവരും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ദൈവം നമ്മെ പഠിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്തു. ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലൂടെ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ഭാരം വഹിക്കുന്നവരും ജീവിതത്തിൽ ആശ്വാസം മാത്രം തേടുന്നവരും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ദൈവം നമ്മെ പഠിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് മത്തായി അധ്യായം 5 ഇങ്ങനെ പറയുന്നത്: നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഇത് ഒരു അനുഗ്രഹമാണോ അല്ലയോ എന്ന് നാം ഇപ്പോൾ തിരിച്ചറിയാതിരിക്കാം. എന്നാൽ എന്തുകൊണ്ടാണ് അതിനെ ഒരു അനുഗ്രഹം എന്ന് വിളിച്ചത് എന്ന് പിന്നീട് നാം കാണും.
ആരംഭത്തിങ്കൽ തന്നെ അവസാനവും കാണുന്ന ദൈവം നമുക്കു അത്തരം വിലയേറിയ ഉപദേശങ്ങൾ നൽകുവാനായി ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നു. 생각할 때 അന്ധകാരത്തിന്റെ കാലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കോ വിശ്വാസത്തിന്റെ നമ്മുടെ യാത്രയിലേക്കോ വരുമ്പോൾ നാം അവയെ തള്ളിക്കളയരുത്. 그 어둠의 시간을 싫어하는 어떤 그런 입장이 되기보다는 പകരം ഞാനും അവൻ ചെയ്തതുപോലെ ക്രിസ്തുവിന്റെ ക്രൂശ് വഹിക്കണം എന്ന് നാം ചിന്തിക്കണം. 배워야 되겠다는 생각을 하시면서 പൗലോസിനെയും പത്രോസിനെയും വിശ്വാസത്തിന്റെ എല്ലാ പൂർവ്വപിതാക്കന്മാരെയും പോലെ നമ്മുടെ സ്വർഗീയ പിതാവും മാതാവും വഹിക്കുന്ന ക്രൂശിന്റെ ഭാരം നാം ഓർക്കണം. 십자가의 짐을 항상 생각할 줄 아는 우리가 되어야 되겠습니다. സ്വർഗരാജ്യം നീതിക്കായി ഉപദ്രവിക്കപ്പെടുന്നവർക്കുള്ളതാണെന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? നമുക്ക് റോമർ 8:35 നോക്കാം. കഷ്ടങ്ങളുടെ സമയങ്ങളിൽ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ഭാരം അനുകരിച്ചുകൊണ്ട് സ്വന്തം ക്രൂശ് എടുക്കുന്നവർ ആത്യന്തികമായി ഇത്തരത്തിലുള്ള വിശ്വാസം സ്വന്തമാക്കാൻ വിധിക്കപ്പെട്ടവരാണ്. 이런 신앙을 가지게 되어 있습니다. നമുക്ക് 35 വായിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നു നമ്മെ വേർപിരിക്കുന്നതാർ 환란이나 കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. 위험이나 칼이랴. ഈ കാര്യങ്ങളെല്ലാം ലോകത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ക്രൂശായി കാണപ്പെടുന്നു. 처럼 보였던 일들입니다. എന്നിരുന്നാലും ഇവയ്ക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുമോ? അടുത്ത വാക്യത്തിലൂടെ ദൈവം നമുക്ക് ഉത്തരം നൽകുന്നു. വാക്യം 36: നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ അവർക്ക് എന്തു ചെയ്യുവാൻ കഴിയില്ല. 높음이나 깊음이나 다른 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. 어떠하다고 했습니까? 끊을 수 없느니라고 했습니다. തങ്ങളുടെ ക്രൂശ് ഏറ്റെടുത്തവർക്ക് മാത്രമേ ഈ വിധത്തിൽ ഏറ്റുപറയുവാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും യോഹന്നാൻ 6:66 എഴുതിയിരിക്കുന്നതുപോലെ തങ്ങളുടെ ക്രൂശ് വഹിക്കുവാൻ കഴിയാത്തവർ ഏറ്റവും ചെറിയ പ്രതിബന്ധത്തെ പോലും മറികടക്കും. പോകുന്നവരെ നോക്കി യേശു തന്റെ ശിഷ്യന്മാരോട് ആശങ്കയോടെ സംസാരിച്ചു. 하게 말씀을 하셨습니다. നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്നു ചോദിച്ചു. 영생의 말씀 കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ചെറിയൊരു അസൗകര്യമോ ചെറിയ പ്രശ്നമോ ഉണ്ടായപ്പോഴെല്ലാം ആ അന്ധകാര കാലത്തെ മറികടക്കുവാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. 예수님 뒤에 ആ ആളുകൾ ഒരു പ്രശസ്തനെ പിന്തുടരുന്നത് പോലെ യേശുവിനെ അനുഗമിച്ചു. ഒടുവിൽ അവിടുത്തെ ഉപേക്ഷിക്കുകയും വീണുപോകാനുള്ള വിഡ്ഢിത്തമായ തീരുമാനം എടുക്കുകയും ചെയ്തു. 어리석은 선택을 하고 있는 사람들이었습니다. ക്രിസ്തു നടന്ന ജീവിതത്തിൽ ക്രൂശുമായി ബന്ധപ്പെട്ട നിരവധി അന്ധകാര സമയങ്ങൾ ഉണ്ടായിരുന്നു. 시간들이 있었습니다. ഉപദ്രവത്തിന്റെയും പരിഹാസത്തിന്റെയും സമയങ്ങളും അവിടുന്ന് ക്രൂശിക്കപ്പെട്ട വേദനയുടെയും സമയങ്ങളും അവിടുത്തെ വശം കുന്തം കൊണ്ട് കുത്തപ്പെട്ട നിമിഷവും അവിടുന്ന് ചാട്ടവാറുകൊണ്ട് അടിക്കപ്പെട്ട നിമിഷവും ഉണ്ടായിരുന്നു. 채찍을 당하는 그 순간도 있었습니다. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും തങ്ങളെ വേർപെടുത്തുവാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചവരെല്ലാം കഷ്ടം എന്ന ക്രൂശ് വഹിച്ചവരായിരുന്നു. 믿음을 가졌던 사람들은 전부 고난이라는 십자가를 짊어진 사람들이었습니다. നമ്മുടെ മുന്നിൽ ഒരു അന്ധകാരകാലം വരുമ്പോൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ പോകുന്ന നമ്മുടെ പിതാവിന്റെയും അമ്മയുടെയും ഭക്തിയും ത്യാഗങ്ങളും ഓർമ്മിച്ചുകൊണ്ട് 헌신의 그 നമ്മൾ അതിനെ മറികടക്കണം. നമ്മുടെ ചുറ്റുമുള്ള നിരവധി ആത്മാക്കളെ രക്ഷയുടെയും മനസാന്തരത്തിന്റെയും പാതയിലേക്ക് നയിക്കണം. 또 회개시기를 പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ നമ്മുടെ എല്ലാ ഹൃദയങ്ങളും മനസ്സുകളും ഈ ലക്ഷ്യത്തിൽ ഏകീകരിക്കപ്പെടുന്ന ഒരു സമയമാകട്ടെ. പിതാവും മാതാവും വഹിക്കുന്ന ക്രൂശ് വളരെ ഭാരമുള്ളതാണ്. 할수 없을 만큼 അതിനെ നമ്മുടേതുമായി താരതമ്യം ചെയ്യാനാവില്ല. അത് വളരെ ചെറുതാണ്. 우리가 지금 지고 있는 십자가는 너무나도 작은 것입니다.
നമ്മുടെ ചെറിയ ക്രൂശുകളാൽ നാം ഭാരപ്പെടുകയോ പിതാവും മാതാവും നടന്ന പാതയിൽ നിന്ന് പിന്തിരിയുകയോ ചെയ്യരുത്. അവസാനം വരെ സഹിക്കുകയും വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന വിശ്വാസത്തിന്റെ പാത പിന്തുടരുവാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.